കോഴിക്കോട് തോട്ടുമുക്കത്ത് ക്വാറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു. തെക്കനാട്ട് ഷോജി തോമസ്, ചെക്കാരക്കൽ ജലീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. 24 ദിവസമായി ക്വാറിക്കെതിരെ ജനകീയ സമരം നടന്നു വരികയാണ്. ഇന്ന് ഒരു 5-6 വെടി വലുതായിട്ട് പൊട്ടി. അതിൽ ഒരുപാട് കല്ലുകൾ ഇങ്ങോട്ട് തെറിച്ച് ഞങ്ങളൊക്കെ ഓടി മാറി. അത് കഴിഞ്ഞ് അവിടെ പണിയെടുത്തോണ്ടിരുന്ന പറമ്പിൽ, അങ്ങ് ദൂരത്ത് പണിയെടുത്തോണ്ടിരുന്ന പറമ്പിലേക്കാണ് കല്ല് വന്ന് വീണത്. ഇവിടെയാണ് പൊട്ടിയേക്കുന്നത്. നല്ലോണം രക്തം പോയിട്ടുണ്ട്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഈ ക്വാറിക്കെതിരെ സമരം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ക്വാറിക്ക് സമീപം ജനവാസ കേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടേ. ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് സിനോജ്? സ്മൃതി, പരിക്ക് ഗുരുതരമല്ല. 2 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഷോജി തോമസിന്റെ തലയിലാണ് ഒരു കരിങ്കൽ പാളി തെറിച്ചു വീണത്. അദ്ദേഹത്തെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുകയാണ് ചക്കാലക്കൽ ജലീലിന്. അദ്ദേഹത്തിന്റെ കൈക്കാണ് ചെറിയ പരിക്ക് പറ്റിയത്. പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 24 ദിവസമായിട്ട് ഈ മേഖലയിൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ സമരമുണ്ട്. കാരണം ജനവാസ മേഖലയാണ്, ഈ ക്വാറിക്ക് ചുറ്റും കൃഷിയിടമാണ്, തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. ഇതിന് 15 വർഷം മുൻപ് പൂട്ടിപ്പോയ ഒരു ക്വാറിയാണ്. ആ ക്വാറി 2 മാസം മുൻപാണ് പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നു, ഇത് വഴിവിട്ട രീതിയിൽ ലൈസൻസ് വാങ്ങിയാണ് ഇത്തരത്തിൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 ദിവസമായിട്ട് നാട്ടുകാർ ഇവിടെ സമരം ചെയ്തു വരികയാണ്. ഇങ്ങനെ സമരം നടക്കുന്നതിനിടയിലാണ് തൊട്ടടുത്ത പറമ്പിൽ ഷെഡ് കെട്ടുകയായിരുന്ന 2 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. പരിക്ക് പറ്റിയവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. 24 ദിവസമായ സമരം നടക്കുന്ന ക്വാറിയിൽ നിന്നാണ് ഇപ്പോൾ കല്ലുകൾ തെറിച്ച് സമീപവാസികൾക്ക് പരിക്കേറ്റിരിക്കുന്നത്.